ബഹുമാനരായിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബഹുമാനായ ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പങ്കെടുക്കുന്ന സംസ്ഥാന യോഗം, അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പ്രകാശ് ബാപ്പാടി, ശ്രീ ഇടവട്ടം വിനോദ് എന്നിവരാണ് എന്നോടൊപ്പമുള്ളത്. ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ചുമതല ഏറ്റതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് കൊല്ലത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ യോഗത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള മിഷൻ 2025 വികസിത കേരളം എന്ന ആശയം നടപ്പിൽ വരുന്നതിന് വേണ്ടി വരാൻ പോകുന്ന ത്രിതല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യോഗത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ട്. പാർട്ടിയുടെ 400-ൽ പരം പ്രതിനിധികൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഉപരി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ അഖിലേന്ത്യാ ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന യോഗം. അപ്പൊ അന്ന് നമുക്കറിയാം, മാതാ അമൃതാനന്ദമയി അമ്മയുടെ പിറന്നാളാണ് നാളെ 27-ാം തീയതി. അപ്പൊ രാവിലെ 11:40 ബഹുമാനായ നദ്ദാജിയും പാർട്ടിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അടക്കം, മുൻ കേന്ദ്രമന്ത്രി ശ്രീ പി മുരളീധരൻ അടക്കമുള്ളവർ അമ്മയുടെ ആശ്രമത്തിൽ പോയതിനു ശേഷമാണ് നദ്ദാജി 2 മണിക്കാണ് നമ്മുടെ സംസ്ഥാന യോഗം ആരംഭിക്കുന്നത്. 2 മണിക്ക് ആരംഭിച്ച് 8 മണിക്ക് ആ യോഗം അവസാനിക്കും. 2:30 തന്നെ ബഹുമാനായ അഖിലേന്ത്യാ അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാണ്. കൊല്ലത്തെ സംബന്ധിച്ച് നമുക്ക് ഏറെ അഭിമാനകരമാണ്. ത്രിതല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമ്മുടെ കൊല്ലത്ത് വന്ന്, അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നമ്മുടെ കൊല്ലത്ത് വന്ന് ഈ സംസ്ഥാന യോഗത്തിൽ പങ്കെടുക്കുകയും ഞങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. ഇന്ന് 2 മുന്നണികൾ, മാറി മാറി കളിച്ചിട്ടുള്ള മുന്നണികൾ, തുടർച്ചയായി 2 ടേമുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ വലിയ മുന്നേറ്റം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും 20% വോട്ട് എന്ന വർധനത്തിലേക്കും ബിജെപി എത്തി. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഒരു പൊതു സമൂഹം, ബിജെപിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന സംസ്ഥാന യോഗം നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ വളരെ കാലക്കൂടി തന്നെ ബിജെപി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സംസ്ഥാന യോഗത്തോടുകൂടി തന്നെ, അല്ലെങ്കിൽ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി സക്രിയമായി നിന്നുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ അടക്കമുള്ള കൊല്ലം ജില്ലയിലെ പരമാവധി പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി അടക്കം ഭരിക്കണമെന്നുള്ള, അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത്. സുരേഷ് ഗോപിക്ക് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉദ്ഘാടന സഭ അതിനെ സംബന്ധിച്ച് ഇതൊരു അറിയിപ്പം കിട്ടിയില്ല. അതൊക്കെ കിട്ടുന്നതനുസരിച്ച് അറിയാം. പ്രതികൾ ഇന്ന് വൈകുന്നേരത്തോടെ എത്തി തുടങ്ങും. അല്ലല്ല, അക്കോമഡേഷനാണ് മറ്റ് ഹോട്ടലുകളിലാണ് ഒരു ഭാഗമുള്ളത്. ആളിന്റെ സൗകര്യമാണ് അവിടെ ഉപയോഗിക്കുന്നത്. 2 മണിയാണ് അറിയിപ്പ് കൊടുത്തിരുന്നത്. 2:30-ക്ക് റെഗുലേറ്റർ അധ്യക്ഷൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുകയാണ്. മുള്ളേട്ടുണ്ടാവും. അത് സംസാരിക്കുന്നില്ല. ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, അതോടൊപ്പം തന്നെ സഹപ്രഭാരിയായിട്ടുള്ള അപരാജിത സാരംഗി, ഇവർ 2 പേരും ഉണ്ടാകും. അഖിലേന്ത്യാ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഉണ്ടാകും.
താങ്ക് യു.